ഹലോ ഗായ്സ്, ഞാൻ ഇന്നത് നമ്മുടെ വൈപ്പിങ്കരയിലുള്ള ഇപ്പം കിട്ടുന്ന ഏറ്റവും നല്ലൊരു മോമോസ് ഷോപ്പിലാണ്. നായരമ്പലത്തുള്ള കിയൂസിലാണ്. അപ്പം ഞാനും നമ്മുടെ ജസീക്കയും കൂടിയാണ്ടാ പോയത്. ജസീക്ക് ഈവനിങ് കഴിഞ്ഞ ദിവസം വൈകുന്നേരം ജസീക്ക വൈപ്പിങ്കരയിൽ എന്തെങ്കിലും ഒരു പുതിയ തുടങ്ങിയാക്കണ ഒരു ഷോപ്പിൽ എവിടെയെങ്കിലും പോയിട്ട് മോമോസ് ഓർ സംതിങ് എന്തെങ്കിലും കഴിക്കാമെന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ അങ്ങനെ ഇറങ്ങിയതാണ് കേട്ടോ. കഴിഞ്ഞ ദിവസം ഇതിനു മുമ്പ് ഞാനൊരു വീഡിയോ ഇട്ടിരുന്നു, പുള്ളിക്കാരത്തിയുടെ റിവ്യൂ. പുള്ളിക്കാരത്തി കഴിച്ചു കഴിഞ്ഞപ്പോൾ പുള്ളിക്കാരത്തി പറഞ്ഞു ഞാൻ കഴിച്ചതിൽ വെച്ചിട്ട് ഏറ്റവും നല്ലൊരു മോമോസ് ആണെന്നാണ് പുള്ളിക്കാരത്തി പറഞ്ഞത്. അടിപൊളിയായിരുന്നു, ഒന്നും പറയാനുണ്ടായിരുന്നില്ല. കാരണം ഞാൻ ഇതിനു മുമ്പ് അവിടെ നിന്ന് കഴിച്ചിട്ടുണ്ട്. ഓൾമോസ്റ്റ് ഇതിനു മുമ്പ് ഞാൻ അവിടെ നിന്ന് കഴിച്ചാക്കണതിൻ്റെ പേരിൽ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട ഒരു സ്പേസ് ആണ് നായരമ്പലം. അമ്പലത്തിന്റെ ഓപ്പോസിറ്റും പ്രയാഗ കോളേജിന്റെ നിയർ ബൈ ആയിട്ട് വരുന്ന കിയൂസിലാണ് ഞങ്ങൾ ചെന്ന് കഴിച്ചത്. നമ്മുടെ ഒരു ഫ്രണ്ടിന്റെ ബ്രദറും അവരും കൂടി ചേർന്ന് ഒരുമിച്ചാണ് പരിപാടികൾ ചെയ്യണത്. ഇതാണ് നമ്മളുടെ ഓണർ ഓഫ് ദ കിയൂസ്. ഷെഫ് വേറെയാണ്. കാര്യങ്ങളെല്ലാം നോക്കി നല്ലൊരു വൈബ് മനുഷ്യൻ. അപ്പോൾ പുള്ളിക്കാരത്തിക്കും എന്താ പറയുക, ജെസ്സിക്കും ചെന്ന് കഴിഞ്ഞപ്പോൾ ജെസ്സിക്ക് ഭയങ്കര ഹാപ്പിയായി. കാരണം ഒരു 2-3 തരത്തിലുള്ള മോമോസാണ് കഴിച്ചത്. പല വെറൈറ്റി ഓഫ് മോമോസ് പുള്ളിക്കാരത്തിക്ക് ഉണ്ടാക്കി കൊടുത്ത്. അപ്പോൾ പുള്ളിക്കാരത്തി ഭയങ്കര ഹാപ്പി എന്ന് വെച്ചാൽ ഭയങ്കര ഹാപ്പി ആയിരുന്നു. പൊളിച്ച് കുറേ നേരം, അതായത് നല്ലൊരു ആംബിയൻസ് ആണ് അവിടെ ഇരുന്ന് കഴിക്കാനും. അതിലുപരി അവിടുത്തെ ഒരു പാട്ടൊക്കെ കേട്ട് അവിടെ ഫ്രണ്ട്സും കുറച്ച് പിള്ളേരൊക്കെ ആയിട്ട് എല്ലാവരും കൂടി കൊള്ളുകൊണ്ട് എല്ലാവരോടൊക്കെ വർത്താനമൊക്കെ പറഞ്ഞിരുന്ന് കഴിച്ചു. എല്ലാ ടൈമിലും അവർക്ക് ഓൾമോസ്റ്റ് അത്യാവശ്യം തിരക്കുള്ള ദിവസമാണ്. അത്യാവശ്യം എല്ലാവരും വന്ന് കഴിക്കുന്ന ഒരു ഏരിയയും കൂടിയാണ്. അങ്ങനെ പുള്ളിക്കാരത്തിയും കൂടി കഴിച്ചു കഴിഞ്ഞാൽ പുള്ളിക്കാരത്തി ഒന്നും എന്താ പറയുക, ഭയങ്കര ഇമോഷണൽ മൂഡായി. അതായത് കഴിച്ചിട്ടുണ്ട് മോമോസ് എങ്കിലും ഈ കേരളത്തിൽ വന്ന് കഴിച്ചതിൽ എനിക്ക് തോന്നുന്ന ഏറ്റവും നല്ലൊരു മോമോസ് ആണെന്ന് വേണമെങ്കിൽ പറയാം. കാരണം ഹിമാചലൊക്കെ പുള്ളിക്കാരത്തി കഴിച്ചിട്ടൊക്കെ ഹിമാചലിലൊന്നും അത്ര വൈബ് ഉണ്ടായിരുന്നില്ല എന്നാണ് ആൾ പറഞ്ഞത്. പക്ഷേ ഇവിടെ ഇരുന്ന് കുറേ കഴിച്ചു. പലതരത്തിലുള്ള ക്രിസ്പി ആയിട്ടുള്ളതും ഫ്രൈ ആയിട്ടുള്ളതും സ്റ്റീംഡ് ആയിട്ടുള്ളതും എല്ലാ ടൈപ്പും കുമ്പാരി കഴിച്ചു. നല്ല ടേസ്റ്റി ആയിട്ട് തന്നെ ഇരുന്ന് തന്നെയാണ് കഴിച്ചത്. അത്യാവശ്യം റേറ്റും അഫോർഡബിൾ റേറ്റ് ആണ്. അപ്പോൾ എല്ലാവരും മസ്റ്റ് ചെയ്യണ്ട, ഈ ഒരു ഐറ്റം മസ്റ്റ് ട്രൈ ഐറ്റംസ് ആണ്. അപ്പോൾ എന്തായാലും എല്ലാവരും വന്ന് കഴിച്ചിരിക്കണമെന്ന് ഞാൻ ഉറപ്പ് തന്നെ. എന്ന് വെച്ചാൽ ഞാൻ പറയണത് നിങ്ങളുടെ അപ്പോൾ ഞാൻ കഴിച്ചതുകൊണ്ട് തന്നെയാണ് ഞാൻ പറയണത് കേട്ടോ. അത് നിങ്ങളൊരു പ്രമോഷൻ ആ ഒരു മൂഡിലൊന്നും എടുക്കണ്ട. നിങ്ങൾക്ക് വന്ന് കഴിക്കാൻ ഇഷ്ടമാണെങ്കിൽ നിങ്ങൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കേണ്ട ഒരു ഐറ്റമാണ്. എന്നിട്ട് റിപ്ലൈ ചെയ്യണം കേട്ടോ, എങ്ങനെയുണ്ടെന്ന്. പറയണ സത്യമാണോ ഇല്ലെന്ന് അറിയണമല്ലോ.